ഇന്നിവിടെ പറയാൻ പോണത് ഒരു സൗന്ദര്യവർദ്ധന സാധനമാണ് കേട്ടോ. സൗന്ദര്യം വർദ്ധിക്കാനും അതുമാതിരി തന്നെ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ ഇല്ലാതിരിക്കാനും മുഖക്കുരു വരാതിരിക്കാനും എപ്പോഴും നമ്മുടെ മുഖത്തെ ഒരു പ്രകാശം പൗഡറൊന്നും ഇടാതെ തന്നെ എപ്പോഴും ഒരു നല്ല ഒരു തെളിച്ചം കിട്ടാനും ഈ ഒരു പൊടി ഉപയോഗിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ദിവസത്തിൽ ഒരിക്കലെങ്കിലും അത് പൊടി തേച്ച് കുളിക്കുകയോ അല്ലെങ്കിൽ പാക്ക് ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ മുഖത്തുണ്ടാവുന്ന പാടുകൾ പോവും. അതുമാതിരി തന്നെ എപ്പോൾ മുഖത്തിനൊരു പ്രകാശം ഉണ്ടാവും. നമ്മൾ പറയുക ഒരു ഷൈനിങ് ഉണ്ടാവും എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയുള്ള ഒരു പൊടിയാണ് കേട്ടോ. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയോ? ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾ എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾ തന്നെ വേണം. കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് കസ്തൂരിയുടെ നിറവും കസ്തൂരിയുടെ മണ്ണും വെണ്ണയുടെ നിറമുള്ളതാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ. വെണ്ണയുടെ നിറം ക്രീം കളറാണ്. ക്രീം കളറും കസ്തൂരിയുടെ മണം ഉള്ളതാണ് കസ്തൂരി മഞ്ഞൾ. മഞ്ഞ കളറല്ല, അത് മഞ്ഞ കൂവയാണ് നമ്മൾ കടയിൽ നിന്ന് കസ്തൂരി മഞ്ഞൾ കിട്ടുന്നത്. അപ്പം ഇത് പൊടിയൊക്കെ വാങ്ങാൻ കിട്ടും. ഈ കസ്തൂരി മഞ്ഞൾ വേണം. അതുമാതിരി തന്നെ രാമച്ചത്തിൻ്റെ വേര് വേണം. അതുമാതിരി ചെറുപയറില്ലെങ്കിൽ കടലപ്പരിപ്പ് എടുക്കാം കേട്ടോ. ഇത് നല്ലോണം ചൂടാക്കി വെയിലത്തിട്ട് ഉണക്കുകയോ എന്തെങ്കിലും ചെയ്ത ശേഷം നല്ല പൊടിയാക്കി എടുത്ത് വെച്ചിട്ട് കുറച്ച് മോരോ അല്ലെങ്കിൽ തൈരിലോ ഇത് മിക്സ് ചെയ്യുക. നമ്മൾ എപ്പോഴാണ് പുരട്ടെന്ന് വിചാരിച്ചാൽ ആ സമയത്ത് മിക്സ് ചെയ്ത് ഒരു പാക്ക് മാതിരിയാക്കി നമ്മുടെ മുഖത്ത് നല്ലോണം പുരട്ടി 1 മണിക്കൂർ നിർത്തി അത് അങ്ങനെ പാക്ക് വെച്ച ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി എടുക്കുക. നല്ല പ്രകാശം കിട്ടും കേട്ടോ. എപ്പോൾ ഒരു 50 വയസ്സായാലും ആ നല്ല ചെറുപ്പത്തിലെ മുഖക്കാന്തി കിട്ടും. ആ സ്കിന്നിനൊക്കെ നല്ലൊരു ഷൈനിങ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ഇത് ഒരു എളുപ്പ പണിയാണ്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതും അതുമാതിരി തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന സാധനമാണ്. മഞ്ഞളും അതുമാതിരി തന്നെ ചെറുപയറിൻ്റെ പൊടിയും ഈ രാമച്ചത്തിൻ്റെ പേര് മാത്രം മതി. ഇങ്ങനെ ഒരു പാക്കിട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. വളരെ നല്ല ഒരു ഔഷധമാണ് കേട്ടോ. പണ്ടൊന്നും തോന്നുന്ന ഒരു ക്രീമൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ. ഇങ്ങനെ കടലപ്പൊടി ചെറുപയറിൻ്റെ പൊടിയിൽ നമ്മൾ കുട്ടികളെ തേച്ച് തരുന്നത്. ഇപ്പോഴല്ലേ ഇങ്ങനെ ക്രീമുകളും സോപ്പുകളും ഒക്കെ ആയേ. അപ്പോൾ ഇത് അഴുക്ക് പോകാനും ഈ കടലപ്പൊടി വളരെ നല്ലതാണ് കേട്ടോ. ചെറുപയറിൻ്റെ പൊടി ആയാലും മതി. ഏതെങ്കിലും ഒന്ന് നമുക്ക് നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കും.